ഹായ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെല്ലാം ഏറെ ആഗ്രഹിച്ച് പണിയുന്ന വീടിന് നമ്മൾ സ്വപ്ന ഭവനം എന്നാണ് പറയാറ്. നമ്മളൊരു 30 വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മളുടെ ഈ സ്വപ്ന ഭവനം പണിയുന്നതെങ്കിൽ നമ്മൾ ആ വീട് പണിയുന്നതിന് മുമ്പ് നമ്മളുടെ വീട് കാണാനായിട്ട് ആകെയുള്ള ഒരു സാധ്യത എന്ന് പറഞ്ഞാൽ 2D പ്ലാൻ മാത്രമാണ്. അതിനപ്പുറത്തേക്ക് എന്തായിരിക്കും നമ്മളുടെ വീടെന്ന് നമ്മെ മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയിട്ട് കൂടുതലൊന്നും ടെക്നോളജീസ് അന്ന് അവൈലബിൾ ആയിരുന്നില്ല. എന്നാൽ ഇന്ന് ആ 2Dയിൽ നിന്നെല്ലാം വളരെ മുന്നോട്ട് പോയിരിക്കുകയാണ് കാലം. നമുക്കിന്ന് അവൈലബിൾ ആയിട്ടുള്ള ടെക്നോളജിയിൽ നമ്മളുടെ വീട് പണി കഴിഞ്ഞതിന് ശേഷം ആ വീടിനകത്ത് കയറി നടക്കുന്ന ഫീൽ കിട്ടത്തക്ക രീതിയിൽ വിർച്വൽ റിയാലിറ്റി വരെ നമുക്ക് അവൈലബിൾ ആണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് ഏതെല്ലാം ടെക്നോളജികൾ നമ്മളുടെ വീട് പണിയുടെ പ്ലാനിങ്ങിന് നമ്മെ സഹായിക്കുന്നുണ്ട്, അതെല്ലാം എങ്ങനെ ഉപയോഗിക്കാം, ഏതെല്ലാം തലത്തിൽ ഉപയോഗിക്കാം എന്നുള്ളതാണ്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. വീടിന്റെ ഇന്റീരിയർ പ്ലാൻ ചെയ്യുമ്പോൾ പലപ്പോഴും ഇന്റീരിയറിന്റെ ഫങ്ഷണൽ ആയിട്ടുള്ള ഭാഗങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് 2D ഡ്രോയിങ്ങുകൾക്ക് ചില പരിമിതികളുണ്ട്. ഈ സമയത്ത് നമ്മുടെ ക്യാബിനറ്റിന്റെയും കിച്ചൺ കബോർഡ്സിന്റെ എല്ലാം ഇൻസൈഡ് എങ്ങനെയായിരിക്കും, എന്തെല്ലാം യൂട്ടിലിറ്റീസ് ആണ് നമുക്ക് അവിടെ കൊടുക്കാൻ സാധിക്കുക, എന്തെല്ലാം ഫിറ്റിങ്ങുകളാണ് അവിടെ നമുക്ക് പ്ലേസ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് കൃത്യമായി 3Dയിൽ തന്നെ ആ ഡോറ് അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുന്ന കൃത്യതയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചാൽ അത് എത്രത്തോളം നമ്മളുടെ ഇന്റീരിയർ പ്ലാനിങ്ങിലും ഡിസ്കഷനിലും ഒക്കെ സഹായിക്കും എന്നുള്ളത് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. അപ്പോൾ ഇത്തരം സാധ്യതകൾ നമുക്ക് തരുന്ന ഒത്തിരി സോഫ്റ്റ്വെയറുകൾ ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. ഇന്ന് നാം ഒരു വീട് പ്ലാൻ ചെയ്യുമ്പോൾ ആ വീടിന്റെ 3D വ്യൂ ചെയ്യാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. വീടിന്റെ ഇന്റീരിയർ ആണെങ്കിലും എക്സ്റ്റീരിയർ ആണെങ്കിലും നമ്മൾ ആ വീടിന്റെ 3D വ്യൂ കണ്ട് ഇഷ്ടപ്പെട്ടതിന് ശേഷമാണ് നമ്മൾ ആ വീട് പണിയിലേക്ക് കടക്കുക. എന്നാൽ വിർച്വൽ റിയാലിറ്റി നമ്മൾ ആരും അങ്ങനെ അധികം ഉപയോഗിച്ച് തുടങ്ങിയിട്ടില്ല. പക്ഷേ 1-2 വർഷങ്ങൾക്ക് ശേഷം തീർച്ചയായും ഇന്ന് നാം എത്രമാത്രം പ്രാധാന്യത്തോടു കൂടിയാണോ 3D വ്യൂ ഉപയോഗിക്കുന്നത്, അതിനേക്കാൾ ഒരുപടി മുകളിൽ വിർച്വൽ റിയാലിറ്റി നമ്മളുടെ വീടിന്റെ പ്ലാനിങ്ങിന് ഇമ്പോർട്ടന്റ് ആയിരിക്കും എന്നുള്ളതിൽ തർക്കമില്ല. നാം ഇന്റീരിയർ എക്സ്റ്റീരിയർ പ്ലാനിങ്ങിന് ഉപയോഗിക്കുന്ന VR, നമ്മൾ വിർച്വൽ റിയാലിറ്റി നമ്മൾ കാണുന്നത് ഈ ഒരു ഡിവൈസിലൂടെയാണ്. ഇതുപോലെ ഒത്തിരി ഡിവൈസുകൾ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇതിനെ VR ഗ്ലാസ് എന്നാണ് നമ്മൾ വിളിക്കുക. നമ്മൾ ചെയ്യുന്ന ഇന്റീരിയറിന്റെ വീഡിയോ നാം ഇതിനകത്ത് പ്ലേ ചെയ്യുമ്പോൾ നമുക്ക് ആ വീടിൻ്റെ അകത്ത് നമ്മൾ നിൽക്കുമ്പോൾ എന്ത് ഫീലാണോ നമുക്ക് കിട്ടുക, ടച്ച് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് ഒഴിച്ചാൽ കാഴ്ചയിലൂടെ നാം മുടക്കുന്ന ഓരോ പൈസയും നമുക്ക് തരുന്ന ഫീൽ എന്താണെന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് VRന്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമുക്കൊരിക്കലും ഒരു സ്റ്റിൽ ഇമേജിൽ നിന്നോ മൂവിങ് വീഡിയോയിൽ നിന്നോ ആ ഒരു ഫീല് നമുക്ക് കിട്ടില്ല. ഇമേജ് നമുക്ക് കാണാം, കണ്ട് മനസ്സിലാക്കാം എന്നുള്ളതിനപ്പുറത്ത് നമുക്ക് അതിനകത്തുനിന്ന് ഒരു ഫീൽ ഉൾക്കൊള്ളാൻ സാധിക്കില്ല. നമ്മളൊരു ആംബിയൻ ലൈറ്റ് ഒക്കെ ഇട്ട് ഒരു മുറിക്കകത്ത് കയറുന്ന ഒരു ഫീല് നമുക്ക് ഒരിക്കലും ഒരു സ്റ്റിൽ ഇമേജിൽ നിന്ന് കിട്ടില്ല. അവിടെയാണ് VRന്റെ പ്രാധാന്യവും VR നമുക്ക് തരുന്ന ആ ഒരു അത്യന്തം ആകർഷണീയമായ ഒരു അനുഭവവും അത് തന്നെയാണ്. സോ ഇന്നത്തെ ഈ വീഡിയോയിൽ പ്രതിപാദിച്ച കാര്യങ്ങൾ നിങ്ങളുടെ വീടിൻ്റെ പ്ലാനിങ്ങിനും നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നിങ്ങളുടെ വീട് പണി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും സഹായിക്കും എന്ന പൂർണ്ണ വിശ്വാസത്തോടെ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.